തോൽക്കാൻ ധൈര്യമുണ്ടോ? എങ്കിൽ ജയിച്ചു. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി. ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. പല ടീച്ചേഴ്സും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ സ്കൂളും കോളേജും കഴിഞ്ഞ് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി അടുത്ത് വന്ന് സംസാരിക്കുകയും എന്ത് ആവശ്യം വേണമെങ്കിലും എന്ത് കാര്യം വേണമെങ്കിലും റെഡിയായിട്ട് എന്തിനു വേണമെങ്കിലും റെഡിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അതേസമയം പഠിപ്പികൾ എന്ന് പറയുന്ന പല ആൾക്കാരും ജസ്റ്റ് ഒന്ന് ചിരിച്ചിട്ട് പോകും, അല്ലെങ്കിൽ ഒന്ന് മൈൻഡ് ചെയ്യുകയോ പോലും ഇല്ല ചില സമയത്തൊന്നും എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പലരും പറയുന്ന കേട്ടിട്ടുള്ള ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഉണ്ട്. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു, സിവിൽ സർവീസിന് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. ആ വ്യക്തിക്ക് ജോലിയില്ല, കുടുംബമില്ല, വൈഫെല്ലാം ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ പാരൻസിന് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു രീതിയിൽ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പല ലെയേഴ്സ് ഉണ്ട്, പല ആസ്പെക്ട്സ് ഉണ്ട്. നമുക്ക് ഭൗതികവും മാനസികവും വൈകാരികവും ആത്മീയവും എനർജി തലങ്ങളുണ്ട് നമുക്ക് പല ഇത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഡാൻസിന് ജഡ്ജിനെ സ്വാധീനിച്ചുകൊണ്ട് ഫസ്റ്റ് പ്രൈസ് മേടിച്ചെന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ ഭൗതിക തലം എന്ന് പറയുമ്പം അതിന് ട്രോഫി കിട്ടും, അല്ലെങ്കിൽ പേപ്പറിൽ ഫോട്ടോ വരും, അപ്രീസിയേഷൻ കിട്ടും എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ അടുത്ത ഒരു ആസ്പെക്ട്, ഇത് എങ്ങനെയും ലീക്കായി എന്തെങ്കിലും ആയിട്ട് ചോദ്യമായി പറച്ചിലായി പ്രശ്നമായി, അപ്പൊ പിന്നെ അതിനെ അടുത്ത ഡ്രാമകൾ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ മാനസികമായിട്ട് അതിന് ക്ഷീണം, ബുദ്ധിമുട്ടായി, മാനസികമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ പോയി. തന്നെയല്ല, സ്വന്തം കഴിവുകൊണ്ടല്ല അത് കിട്ടിയിരിക്കുന്നത്, വൈകാരിക തലത്തിന് അതൊരു സ്ട്രഗിൾ ആയിട്ട് മാറുകയും ചെയ്യും. ആത്മീയമായ ഒരു തലത്തിനാണെങ്കിൽ ഈ കാര്യം ഒട്ടും ഇഷ്ടപ്പെടുകയില്ല, എനർജി എല്ലാം ഡൗൺ ആകുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടത്, നമ്മൾ നേടിയെടുക്കുന്ന വിജയം ഏത് തരത്തിലാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് എന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. തോൽവിയെ എങ്ങനെ സമീപിക്കാം, ഫെയിലിയർ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 1, ആക്സെപ്റ്റ് ദ ഫെയിലിയർ എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു കാര്യം അംഗീകരിച്ചിട്ട് നമ്മൾ അതിനുശേഷം കുറച്ചൊരു സമയം കൊടുക്കുക, ഒബ്സർവ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ തോൽക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ, അതിനുശേഷം വേണ്ട മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോവുക. അങ്ങനെയാണ് വിജയത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത്. അതിൽ ചില ടിപ്സ് ഉണ്ട് ഫെയിലിയർ മാനേജ് ചെയ്യാനുള്ള. ടിപ്പ് നമ്പർ 1 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു നോട്ട് പാനിക് എന്നുള്ളതാണ്. പേടിക്കരുത്, തോൽക്കുമ്പം പേടിക്കരുത്. പേടി വന്നാൽ തന്നെ നമുക്ക് പിന്നീട് ട്രൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. തോൽവിയും, അതായത് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ, പിന്നെ എന്നിട്ട് കാര്യങ്ങൾ അത് അക്നോളജ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ചേഞ്ച് വരുത്തി മുന്നോട്ട് പോവുക. അപ്പോൾ ഈ തോൽവി ജയം എന്ന് പറയുന്നത് 2 sides ഓഫ് ദ സെയിം കോയിൻ ആണ്. രാവും പകലും പോലെ തന്നെയാണ് ഈ തോൽവി ജയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ തോൽവിയുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എൻഡ്യൂറൻസ് കപ്പാസിറ്റിയും ഹാർഡിനെസ്സും, അതായത് നമ്മുടെ മനക്കരുത്തും നമ്മുടെ സിറ്റുവേഷൻ വിൽ പവറും ഇൻക്രീസ് ചെയ്യുകയും അത് ഒരു ഷീൽഡായിട്ട്, ഒരു പാനിക്കിനെതിരായിട്ടുള്ള ഷീൽഡായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പേടിക്കാതിരിക്കുക. തോൽവിയും ജയവും ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്, ഒരു കോയിന്റെ 2 sides തന്നെയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. പാരൻസിന്റെ ഫിയർ ഓഫ് ഫെയിലിയറും കോമ്പറ്റിറ്റീവ് നേച്ചറും, അത് തോൽവിയോടുള്ള പേടിയും മത്സര ബുദ്ധിയും കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോൾ, കുഞ്ഞുങ്ങളിലേക്ക് അവർ പകർന്നു കൊടുക്കുമ്പം കുഞ്ഞുങ്ങൾ അത് വളരെ കൂടുതലായിട്ട് അത് എക്സിബിറ്റ് ചെയ്യും. പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ പണ്ടത്തെ ഒരു ചൊല്ലില്ലേ, അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടും എന്ന് പറയുന്നത് പോലെ കുഞ്ഞുങ്ങൾ അത് വളരെ അധികം കൂടുതലായിട്ട് പ്രകടിപ്പിക്കുമ്പം തോൽക്കാൻ, ഒരു ചെറിയ തോൽവി പോലും അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പം, അയ്യോ കുഞ്ഞ് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഒരു കുഞ്ഞിനെ അത് ഫിയർ ഓഫ് ഫെയിലിയർ, എങ്ങനെയാണ് ഫെയിലിയർ മാനേജ്മെന്റ് പഠിപ്പിക്കാൻ നോക്കുന്നത്,
അങ്ങനെ പിന്നെ എഴുതി പഠിപ്പിച്ചാലൊന്നും പഠിക്കില്ല. പാരന്റ്സ് എങ്ങനെയാണ് ഫെയിലിയറിനെ നോക്കി കാണുന്നത്, എത്രമാത്രം ഹെൽത്തിയോട് കൂടിയാണ് അവരത് എടുക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കിയാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ തോറ്റിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് അവർക്കാണ് ഉണ്ടാകുന്നത്. ജയിക്കുന്ന ആൾക്കാർക്ക് ആ ജയത്തിൻ്റെതായ ഒരു രീതിയിലായിരിക്കും. തോൽവിയുള്ള ആൾക്കാർ കണ്ടത്രയും ജീവിതവും ഒന്നും ജയിച്ചവർ കാണാൻ സാധ്യതയില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റ ആൾക്കാർ മനസ്സ് മടുത്ത് അതിൽ സോക്ക് ചെയ്ത് അവിടെ അങ്ങോട്ട് ആയിപ്പോകും. അതിനു പകരം ഈ എക്സ്പീരിയൻസ് എല്ലാം കൂടി എടുത്ത് വീണ്ടും പിന്നെ ഉയർത്തെഴുന്നേറ്റ് ജയത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ജയം കൺസിസ്റ്റന്റ് ആയിട്ട് അവരുടെ കൂടെ നിൽക്കും. അവരുടെ ജയത്തിന് ഒരു നല്ലൊരു നക്ഷത്ര തിളക്കം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഞാനിങ്ങനെ പറയുമ്പം നടന്നൊരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിലെ 4 ആൺമക്കളുള്ള ഒരു വീട്. അതിലെ ഏറ്റവും ഇളയ മകൻ ഒരു കഴിവില്ലാത്തതായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാമർഥ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒരു തഴഞ്ഞ മട്ടാണ്. അങ്ങനെ അവരുടെ എല്ലാവരും കല്യാണം എല്ലാം കഴിച്ച് അവരുടെ വീട്ടിലുള്ള ഫാമിലി പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്ന സമയം വന്നു. എല്ലാവരും സാമർഥ്യക്കാരെല്ലാവരും നല്ല സ്ഥലങ്ങളെല്ലാം വേഗം തന്നെ ഗ്രാബ് ചെയ്തെടുത്തു. ഒരാള് ജംഗ്ഷനിലുള്ള പ്ലോട്ട്, മറ്റൊരാള് വേറൊരു സ്ഥലത്തുള്ള നല്ല സ്ക്വയർ പ്ലോട്ട്, അങ്ങനെ എല്ലാവർക്കും വീട് പണിയാനായിരുന്നു. ഈ പാവം പിടിച്ച ഈ മകന് അവര് കൊടുത്തത് ഒരു NHന്റെ സൈഡില് കടയും കാര്യങ്ങളും ഒന്നുമില്ലാത്ത വെറുതെ ഒരു കുഴി പോലെയുള്ള ഒരു പ്ലോട്ടാണ് കൊടുത്തത്. ഇതിന് ജോലിയില്ല, വീട് പണിയാൻ കാര്യമായ വരുമാനമില്ല, ഒന്നും ഇല്ല. വളരെ വിഷമത്തോടു കൂടി സങ്കടം. പക്ഷെ ഇവരോടൊന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ത്രാണിയില്ല, പറയാനുള്ള കോൺഫിഡൻസും ഇല്ല. അങ്ങനെ ഭാര്യയും മക്കളും കൂടി ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ പോയി, ഒരു പ്രയർ ഗ്രൂപ്പിൽ ചെന്ന് ജോയിൻ ചെയ്ത് വളരെ കണ്ണീരോടുകൂടെ പ്രാർത്ഥിക്കുന്നത് ഒരാഴ്ചയെല്ലാം ശ്രദ്ധിച്ച പ്രയർ ഗ്രൂപ്പിന്റെ ലീഡർ ചെന്ന് ചോദിച്ചു, എന്താണ് സംഭവം, എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിർത്തിയില്ല, വീട് പണി ഇങ്ങനെ ഒരു കുഴി പോലെയുള്ള സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ടാണ്, ഞങ്ങൾക്കൊന്നും ഒരു ഇതും ഇല്ല, അങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പ്രയർ ഗ്രൂപ്പ് ലീഡർക്ക് അതൊരു ടച്ചിങ് ആയിട്ട് മനസ്സിൽ സ്പർശിച്ചു. അയാളുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്. ആ ആർക്കിടെക്റ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ടിംഗ് എക്സ്പേർട്ടാണ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പം അത് ക്ലിയർ ചെയ്യുന്നതിനും, പിന്നെ പലരും നിർത്തിവെച്ചെടുത്തുനിന്ന് തുടങ്ങുന്നയാളുമാണ്. ചാലഞ്ച് ഏറ്റെടുക്കാൻ വളരെ താല്പര്യമുള്ള വളരെ മിടുക്കനായ ഒരു ആർക്കിടെക്ട്, ക്രിയേറ്റിവിറ്റി ഒക്കെ നന്നായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ ആളോട് ഇത് പോയി പറയുകയും അയാൾക്ക് ഇവരോടൊരു വളരെ ഒരു അലിവ് തോന്നുകയും എല്ലാ കാര്യങ്ങളും ഫിനാൻസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും പലരെയും കണ്ട് ഈ ഒരു കാര്യം ഒരു ചാലഞ്ച് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് അത് ഒരു 4 സ്റ്റോറിയുടെ 4 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. അതിലൊരു ഗോഡൗൺ ഉണ്ട്. ഗോഡൗണ് ഏതൊരു കമ്പനിയുടെ ഗോഡൗൺ ആണത്. അതിന്റെ പിന്നെ ഗ്രൗണ്ട് ലെവലിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. റോഡിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അവര് കോൺക്രീറ്റ് ചെയ്ത് അവരുടെ കോർട്ട് ആയിട്ട് വന്നിരിക്കുന്നു. അത് അവരുടെ വീടായിട്ട് അവർ താമസിക്കുന്നു. നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിലുള്ള നില അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. റൂഫില് ടെറസിൽ അവർക്ക് കൃഷിയുണ്ട്. അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളെല്ലാം കൃഷി ചെയ്യുന്നു. അതിന്റെ മുകളിലാണെങ്കിൽ സോളാർ പാനലും കൂടി അവർ വെച്ചിട്ടുണ്ട്. ഇന്ന് വളരെ സമൃദ്ധമായ ജീവിതമാണ് അവർക്കുള്ളത്. സാമർഥ്യം ഇല്ലാത്ത ആൾക്ക് ആ സാമർഥ്യം ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം അവരുടെ സഹോദരങ്ങളെല്ലാം തന്നെ ആ സ്ക്വയർ പോട്ടിലും ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല ഭംഗിയിലും അന്ന് പണിത ആ വീട് ജസ്റ്റ് ഓരോ വീടുകൾ പണിതു. അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഈ അനുജനെ നോക്കി അവര് അത്ഭുതപ്പെടുകയും അസൂയപ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരു മീനിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് സ്റ്റോറി തന്നെയാണിത്. നമുക്ക് ഓരോരുത്തർക്കും സന്തോഷത്തോടുകൂടി വിജയിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.